ഹായ് ഹലോ വെൽക്കം ബാക്ക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും നല്ല ഹാർദവമായിട്ടുള്ള സ്വാഗതം ഉണ്ട് കേട്ടോ. നമ്മൾ കുറേ ആയി ഒരു ലെങ്തി വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇതുവരെ പാലക്കാട് വന്നിട്ട് കാണാത്തൊരു സംഭവമാണ് നമ്മുടെ മലമ്പുഴ ആർട്ട് ഗാലറി. ഇന്ന് മലമ്പുഴ ആർട്ട് ഗാലറിയാണ് കേട്ടോ നിങ്ങൾക്ക് മുമ്പിലായിട്ട് ഞാൻ കാണിക്കുന്നത്. വളരെ വിശാലമായിട്ടുള്ള എന്നാൽ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തോട് കൂടിയിട്ടുള്ള വലിയൊരു കെട്ടിട സമുച്ചയമാണ് നമ്മുടെ മലമ്പുഴ ആർട്ട് ഗാലറി. വളരെ വിശാലമായ 2 ഹാളുകളിലായിട്ടാണ് ഇവിടുത്തെ കാണാൻ കൗതുകകരമായിട്ടുള്ള പെയിൻറ്റിങ്ങുകളും കൊത്തുപണികളും ശില്പങ്ങളൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിൻ്റെ പുറം കാഴ്ചകളാണ് ആദ്യം നിങ്ങൾക്ക് മുമ്പിലേക്ക് കാണിക്കുന്നത്. ഒരു സൈഡ് കാട് പിടിച്ച് കിടക്കുകയാണ്, അവിടെ കുറേ മരങ്ങളൊക്കെ കടപുഴകി കിടക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഫ്രണ്ടേജിലുള്ള കുറച്ച് ശില്പങ്ങളും ചങ്ങലകളുടെ ഒരു രൂപങ്ങളും അതേപോലെ തന്നെ ഒരു കാൽപാദം കാണുന്നുണ്ട്. ഇതാരുടെയാണെന്നൊന്നും അറിയില്ല, എന്നിരുന്നാലും നമുക്ക് കാണാനൊരു കൗതുകത്തോടു കൂടിയാണ് ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചത്. അവിടെ ഒരു ചേച്ചിയാണ് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരാനായിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ നോട്ടക്കാരിയാണെന്നാണ് പറഞ്ഞത്, കെയർ ടേക്കറാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഹാളിലേക്ക് എൻട്രൻസിലൂടെ കടക്കുമ്പോൾ ഫസ്റ്റ് ഹാളിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകൾ ഇതൊക്കെ ആയിരുന്നു. നല്ല മരത്തിൻ്റെ അല്ലെങ്കിൽ തടിയിൽ കൊത്തി വെച്ചിട്ടുള്ള ശില്പങ്ങളാണ് ഇവയിലെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത്. അവയെല്ലാം പെയിൻറ്റിങ്ങും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം മരത്തടിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ കുറേ മണ്ണ് കൊണ്ടിട്ടുള്ള ശില്പങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം മരത്തിലാണ് കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെല്ലാം മണ്ണാണ് കേട്ടോ. അതേപോലെ തന്നെ മരത്തടിയിൽ ഒരുപാട് ശില്പങ്ങളുടെ രൂപങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മണ്ണ് കൊണ്ടുള്ളതും അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ശില്പങ്ങളും രൂപങ്ങളും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് വലിയ സംഭവമൊന്നുമല്ല, എന്നിരുന്നാൽ കൂടി നമുക്ക് ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവാൻ തക്കതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഈ റൂമിൽ നിന്ന് അപ്പുറത്തെ റൂമിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ വന്ന് കണ്ടു നോക്കൂ എന്നാണ് ആ ചേച്ചി എന്നോട് പറഞ്ഞത്. ഇതെല്ലാം മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചെറിയ ചെറിയ ശില്പങ്ങളാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു നേരിട്ട് കാണാൻ. വിശാലമായ ഹാളാണ്, അതിലാണ് ഇത്രയും സംഭവങ്ങൾ വഴി സജ്ജീകരിച്ചിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള പെയിൻറ്റിങ്ങുകളും അതേപോലെ തന്നെ നല്ല റൂഫും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു ബിൽഡിങ്ങിലുള്ളത്. അതിൻ്റെ റൂഫാണ് എടുത്ത് പറയേണ്ടത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനോട് കൂടിയാണ് അതിൻ്റെ റൂഫ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ നമുക്ക് വീണ്ടും അതിൻ്റെ മെയിൻ എൻട്രൻസിലൂടെ ഇടത്തോട്ട് പ്രവേശിച്ചാൽ നല്ലൊരു നീളമുള്ള വരാന്തയാണ്. ആ വരാന്തയിലൂടെ അങ്ങേ അറ്റത്തായിട്ടാണ് അടുത്തൊരു വിശാലമായിട്ടുള്ള ഹാൾ ഉള്ളത്. ആ ഹാളിലാണ് നല്ല അടിപൊളി മ്യൂറൽ പെയിൻറ്റിങ്ങുകളും അതേപോലെ തന്നെ കൈകൊണ്ട് വരച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ കാണാൻ കഴിഞ്ഞു. നല്ല രസകരമായിട്ടുള്ള ചിത്രങ്ങളായിരുന്നു കേട്ടോ. അതെല്ലാം ഓരോന്നോരോന്നായിട്ട് ഞാൻ നമ്മുടെ വീഡിയോയിൽ കാണിച്ചു തരാം. ഈ ചിത്രങ്ങളുടെ എല്ലാം താഴ്ഭാഗത്തായിട്ട് അത് വരച്ച ആളുകളുടെ പേരും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ചൊക്കെ വായിച്ചു നോക്കി. നല്ല രസകരമായിട്ടുള്ള പെയിൻറ്റിങ്ങുകളാണ്. സമകാലികവും അതേപോലെ തന്നെ മുൻപ് കഴിഞ്ഞു പോയതും അതേപോലെ ഇനി ഭാവിയിൽ വരാനിരിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളുടെ അല്ലെങ്കിൽ ഒരുപാട് സങ്കല്പങ്ങളുടെ ഒരു ആലേഖനമായിരുന്നു ആ ചിത്രങ്ങളിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്. നിങ്ങൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത് വെച്ചെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് ഈ ഒരു ആർട്ട് ഗാലറി കണ്ടിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു 18 വർഷമായി ഞാൻ പാലക്കാട് എത്തിയിട്ട്, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഈ പാലക്കാട് അല്ലെങ്കിൽ മലമ്പുഴ ആർട്ട് ഗാലറി വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റി എനിക്ക് അതിൻ്റെ അകത്ത് കയറിയപ്പോൾ ഉണ്ടായിരുന്നു. ഒരുപാട് പുസ്തകങ്ങളും അവിടെ നമുക്കായിട്ട് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം തടിയിൽ കൊത്തിയിട്ടുള്ള നല്ല അടിപൊളി ശില്പങ്ങളുടെ രൂപങ്ങളാണ്. പഴയ കാലത്തുള്ള എന്തൊക്കെയോ സംഭവങ്ങളെ കോർത്തിണക്കിയിട്ടുള്ളതാണ് ഓരോ ശില്പങ്ങളും. കുറേയൊക്കെ ആ ചേച്ചി പറഞ്ഞു തന്നു, ഞാൻ കുറച്ചൊക്കെ മറന്നുപോയി. ഇതെല്ലാം നമ്മുടെ കുത്തുവിളക്കിൻ്റെയോ അല്ലെങ്കിൽ തൂക്കുവിളക്കിൻ്റെയൊക്കെ സങ്കല്പമാണെന്നൊക്കെയാണ് ആ ചേച്ചി പറഞ്ഞത്. ഇതെല്ലാം മണ്ണ് കൊണ്ടുണ്ടാക്കിയതാണ് കേട്ടോ. മണ്ണ് കൊണ്ടുള്ള കുറച്ച് ശില്പങ്ങളും കൂടി അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു പെയിൻറ്റിങ്ങുകളാണ് ആ ഒരു ഹാളിൽ അട്രാക്ഷനായിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കൊത്തുപണികളും കൂടി നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഓരോ ചിത്രങ്ങളും ഓരോ തീമുകളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ വിശാലമായിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ ശേഖരമുണ്ട്, വേണ്ടവർക്ക് വാങ്ങിക്കാം. ഒരുപാട് വലിയ വലിയ ആളുകൾ എഴുതിയ പുസ്തകങ്ങളും അതിൻ്റെ ഉള്ളടക്കങ്ങളുമാണ് ഈ പുസ്തകങ്ങളിലെല്ലാം ഉള്ളത്. അപ്പോൾ വേണ്ടവർക്ക് ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാവുന്ന തരത്തിൽ അവിടെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട്. വേണ്ടവർക്ക് മറിച്ച് നോക്കാം, വായിക്കാം ഒക്കെ ചെയ്യാനുള്ള സജ്ജീകരണങ്ങൾ അവിടെയുണ്ട്. അതിനുശേഷം ഞാൻ ആ ചേച്ചിയോട് കുറച്ച് നേരം സംസാരിച്ചു, അവിടുത്തെ സംഭവങ്ങളെക്കുറിച്ചൊക്കെ ചോദിച്ചു കേട്ടോ. ഇതാണ് അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാഴ്ച. നല്ല വിശാലമായിട്ടുള്ളൊരു പറമ്പാണ്. ആ പറമ്പിലായിട്ട് ഒരുപാട് മരങ്ങളും തെങ്ങുകളും വലിയ വലിയ വൃക്ഷങ്ങളൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ കടപുഴകി കിടക്കുന്നുണ്ട്. എന്നിരുന്നാലും നല്ല വിശാലമായിട്ടുള്ളൊരു പറമ്പാണ്. നല്ലൊരു അടിപൊളി ഗേറ്റോട് കൂടി
നല്ല ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തോടു കൂടി നല്ലൊരു കെട്ടിട സമുച്ചയമാണ് നമ്മുടെ മലമ്പുഴ ആർട്ട് ഗ്യാലറി കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ട്രൈപ്പൻ്റെയുടെ നല്ലൊരു അടിപൊളി റെസ്റ്റോറൻറ്റും മീൻസ് റെസിഡൻസും റെസ്റ്റോറൻറ്റും ആയിട്ടുള്ള ഒരു കെട്ടിട സമുച്ചയം അതിൻ്റെ തൊട്ടടുത്തായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതാണ് കേട്ടോ ആർട്ട് ഗ്യാലറിയിലേക്ക് ഇറങ്ങുന്ന എൻട്രൻസിൻ്റെ റോഡ്. ഞാൻ ഇറങ്ങുമ്പോൾ എടുക്കാതിരുന്നത് എനിക്ക് ഇതിനകത്ത് എന്താണെന്നുള്ളൊരു ഐഡിയ ഇല്ലാത്തത് കാരണം കൊണ്ടാണ്. തിരിച്ചു പോകുമ്പോഴാണ് ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തത്. എന്നിട്ടും അതെനിക്ക് ക്ലിയറായിട്ട് എടുക്കാൻ പറ്റിയില്ല. പാസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ അതിൻ്റെ ബോർഡ് ശ്രദ്ധിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി കാണാം. ബായ്.